ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 5ാം ക്ലാസ്സിലെ 2025 ഹാഫ് ഇയർലി എക്സാം കഴിഞ്ഞതിലെ ഫിഖ്ഹുൽ ഇസ്ലാമിൻ്റെ ചോദ്യപേപ്പറുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് ചോദ്യങ്ങൾ നോക്കി ഉത്തരങ്ങൾ മനസ്സിലാക്കാം. ആദ്യം ശരിയുത്തരം കോളത്തിൽ അടയാളപ്പെടുത്താനാണ്, ടിക്ക് അടയാളപ്പെടുത്തണം. ഒന്നാമതായിട്ട് വന്നത് ചെറിയ അശുദ്ധിയുള്ളവർക്ക് ഹറാമായ കാര്യം. അപ്പോൾ ഞാൻ ആൻസർ മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. ചെറിയ അശുദ്ധിയുള്ളവർക്ക് ഹറാമായ കാര്യം തവാഫാണ്. പിന്നെ ശേഷം വുളൂ സുന്നത്തുള്ള ഒരു കാര്യം. ഇവിടെ അദാൻ വിളിക്കുക, ദിക്ർ ചൊല്ലുക, കോപമുണ്ടാക്കുക. അതിൽ കോപമുണ്ടാവുക എന്നതാണ് ശേഷം വുളൂ ചെയ്യേണ്ട ഒരു കാര്യം. അടുത്തത് പുരുഷൻ തലമറക്കാതെ നിസ്കരിക്കൽ. അതിൻ്റെ വിധി എന്താണ്? കറാഹത്താണ്. പിന്നെ ഹൈൽ രക്തത്തിൻ്റെ കൂടിയ പരിധി 15 ദിവസമാണ്. പിന്നെ ഞങ്ങൾക്ക് നൽകണമേ എന്നാണ് അർത്ഥം. അതിൻ്റെ അറബി ശരി അടയാളപ്പെടുത്തണം. ഹബുലന, ഞങ്ങൾക്ക് നൽകണമേ, ഹബുലന എന്നതാണ്. അറബി ഭാഷയിലാവൽ ഹുത്തുബയുടെ എന്താണ്? ഹുത്തുബയുടെ ഷർത്താണ്. അറബി ഭാഷയിലായിരിക്കൽ ഹുത്തുബ ഷർത്താണ്, അതിൻ്റെ ഷർത്താണ്. അടുത്തതാ നമുക്ക് ചേരുമ്പടി ചേർത്ത് കൊടുക്കാനാണ്. നിൽക്കാൻ കഴിവുള്ളവർ നിൽക്കൽ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് നിൽക്കാൻ കഴിവുള്ളവർ നിൽക്കൽ ഹുത്തുബയുടെ ഷർത്താണ്. അത് ഹുത്തുബയുടെ ഷർത്താണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ, അതെന്താണ്? ഹുത്തുബയുടെ റുക്കിനിൽപ്പെട്ടതാണ്. പിന്നെ ഇമാമിൻ്റെ ചലനങ്ങൾ അറിയൽ, അതെന്താണ്? ജമാഅത്തിൻ്റെ ഷർത്താണ്. പിന്നെ ക്രമപ്രകാരം ചെയ്യൽ എന്താണ്? തയമ്മുമിൻ്റെ ഫർളാണ്. വെള്ളം ഉപയോഗിക്കാൻ കഴിയാതിരിക്കൽ, അത് തയമ്മുമിൻ്റെ ഷർത്താണ്. ഇനി വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ്. അല്ലാഹു മൗഫിർ ലന ഡാഷ് റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. നമ്മൾ നിസ്കാരത്തിന് ശേഷമുള്ള ദുആ അതിൽ നിന്നാണ് വന്നത്. അവിടെ അപ്പോൾ വലി വാലിദിന എന്ന് ചേർത്ത് കൊടുക്കണം. അല്ലാഹു മൗഫിർ ലന വലി വാലിദിന റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. അതിൽ നിന്നാണ് അടുത്തതും വന്നത്. ഇന്നഹു ലാ യഹ്ദി ലി സോലിഹിഹാ വലാ യസ്രിഫു സയ്യാത്തിഹാ ഇല്ലാ അന്ത. ആ ദുആയിൽ നിന്ന് തന്നെയാണ് വന്നത്. അടുത്തത് ചെറു മത്സ്യങ്ങളുടെ വയറ്റിലുള്ള എന്താണ്? മാലിന്യത്തെ ഭക്ഷണത്തിൽ ഇളവുണ്ട്. ചെറു മത്സ്യങ്ങളുടെ വയറ്റിലുള്ള മാലിന്യത്തിന് ഭക്ഷണത്തിൽ ഇളവുണ്ട്, മനസ്സിലാക്കുക. പിന്നെന്താണ്? 132 കിലോമീറ്റർ ദൂരമുള്ള ഹലാലായ യാത്രയിൽ കസ്റാക്കി നിസ്കരിക്കാം. അപ്പോൾ ഇവിടെ വിട്ട ഭാഗത്ത് 132 എന്ന് നമ്മൾ എഴുതി കൊടുക്കണം. അടുത്തത് 2 ഹയലിൻ്റെ ഇടയിലുള്ള കുറഞ്ഞ ശുദ്ധികാലം 15 ദിവസമാണ്. പിന്നെയോ ചെയ്താൽ കൂലിയും ഉപേക്ഷിച്ചാൽ ശിക്ഷയുമുള്ളതാണ് വാജിബ്. അപ്പോൾ അവിടെ ശിക്ഷയുള്ളത് എന്നതാണ് നമുക്ക് വിട്ട ഭാഗത്ത് ചേർത്ത് കൊടുക്കേണ്ടത്. ചെയ്താൽ കൂലിയുള്ളതും ഉപേക്ഷിച്ചാൽ ശിക്ഷയുള്ളതുമാണ് വാജിബ്. ഇനി ഒറ്റവാക്കിൽ ഉത്തരം എഴുതാനാണ്. മുബാഹിന് പറയുന്ന മറ്റൊരു പേര്, മുബാഹിന് ഹലാല് എന്നൊരു മറ്റൊരു പേരുണ്ട്. പുരുഷന്മാർ മുട്ടുമറയാതെ ട്രൗസർ ഇട്ട് നടക്കൽ എന്താണ്? വിധി എന്താണ്? ഹറാമാണ്. ഇനി ജനാബത്തുള്ളവർക്ക് ഹറാമാകുന്ന ഒരു കാര്യം എഴുതാം. നമുക്കതിൽ കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമുക്കതിന് ഇഷ്ടമുള്ളത് എഴുതാം. ഇവിടെ നിസ്കാരം എന്ന് നമുക്ക് എഴുതാം. ലോലീൻ എന്നതിൻ്റെ അർത്ഥം, ലോലീൻ എന്നതിൻ്റെ വഴി പിഴച്ചവർ എന്നാണ്. നമ്മൾ ഫാത്തിഹയുടെ അർത്ഥം പഠിച്ചൊരു ചാപ്റ്റർ ഉണ്ടായിരുന്നു, അതിൽ നിന്നാണ് വന്നത്. പിന്നെ തയമ്മും ചെയ്യുന്നവൻ എത്ര തവണ മണ്ണടിച്ചെടുക്കണം? എത്ര തവണയാണ്? 2 തവണ മണ്ണടിച്ചെടുക്കണം. ഹജ്ജിൻ്റെ കർമ്മങ്ങളിൽ അശുദ്ധിയുള്ളവർക്ക് പാടില്ലാത്തത് എന്താണ്? തവാഫ് ഒഴികെ മറ്റെല്ലാ കർമ്മങ്ങളും ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തവാഫ്, അശുദ്ധിയുള്ളവർക്ക് പാടില്ലാത്തത് തവാഫാണ്. അടുത്തത് ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതണം. ചെരിഞ്ഞു കിടന്ന് നിസ്കരിക്കുന്നവൻ എങ്ങനെ കിബിലക്ക് മുന്നിടണം? എങ്ങനെയാണ്? മുഖവും ശരീരത്തിൻ്റെ മുൻഭാഗവും കൊണ്ടാണ് കിബിലയിലേക്ക് മുന്നിടേണ്ടത്. മുഖവും ശരീരത്തിൻ്റെ മുൻഭാഗവും. ഇനി നിർബന്ധമായ കുളിയുടെ നിയ്യത്ത് എഴുതാനാണ്. നിർബന്ധമായ കുളിയുടെ നിയ്യത്ത് എന്താണ്? കുളി എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു എന്ന് കരുതലാണ്. ഞാൻ കുളിക്കുന്നു എന്ന് കരുതൽ, അതാണ് നിർബന്ധമായ കുളിയുടെ നിയ്യത്ത്. ഇനി ഉളൂഇൻ്റെ അവയവങ്ങളിൽ മുറിവുള്ളവൻ എപ്പോഴാണ് തയമ്മും ചെയ്യേണ്ടത്? ഉളൂഇൻ്റെ അവയവങ്ങളിൽ മുറിവുള്ളവൻ
മുറിവുള്ള അവയവം കഴുകേണ്ട സമയത്താണ് തൈമം ചെയ്യേണ്ടത്. അടുത്ത ചോദ്യം, ദുആ സ്വീകരിക്കപ്പെടുന്ന സമയങ്ങളിൽ 2 എണ്ണം എഴുതാനും. അവിടെ നമ്മൾ 3-4 പഠിച്ചിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഇഷ്ടമുള്ള 2 എണ്ണം എഴുതാം. അർദ്ധരാത്രിയിൽ ഫർള് നിസ്കാരത്തിന് ശേഷം മഴ പെയ്യുന്ന സമയം, റമളാനിൽ. ഇന്ന് നമുക്ക് 2 എണ്ണം എഴുതി കൊടുക്കാം. പിന്നെ എന്താണ്, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, അതിൻ്റെ ആശയം എഴുതണം. നീ ഞങ്ങളെ നേർവഴിയിൽ നടത്തണമേ. ഫാത്തിഹയിൽ നിന്ന് വന്നതാണ്. ഇനി ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ മഅ്മൂമ് എന്താണ് നിയ്യത്ത് ചെയ്യേണ്ടത്? എന്താണ്? ഇമാമിനോടൊപ്പം തുടരുന്നു എന്ന് മഅ്മൂമ് നിയ്യത്ത് ചെയ്യണം. ഇമാമിനോടൊപ്പം തുടരുന്നു എന്ന് മഅ്മൂമ് നിയ്യത്ത് ചെയ്യണം. അടുത്തത്, ശേഷം കുളി സുന്നത്തുള്ള കാര്യങ്ങളിൽ നിന്ന് 2 എണ്ണം എഴുതാനാണ്. ശേഷം കുളി സുന്നത്തുള്ള കാര്യങ്ങളിൽ 2 എണ്ണം എഴുതുക. മയ്യിത്ത് കുളിപ്പിക്കുക, മീശ വെട്ടുക. അപ്പം അങ്ങനെ നമുക്കിഷ്ടമുള്ള, നമ്മളവിടെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്കിഷ്ടമുള്ള 2 എണ്ണം എഴുതാം. അടുത്തത് എന്താണ്, വെള്ളത്തിൽ മാത്രം ഇളവുള്ള നജസ് ഏതെല്ലാം? ഏതൊക്കെയാണ്? മത്സ്യം, അട്ട പോലുള്ള ജലജീവികളുടെ കാഷ്ടം, ഒലിക്കുന്ന രക്തമില്ലാത്ത മുട്ട, കൊതുക് എന്നിവയുടെ ശവം. അപ്പോൾ അതവിടെ എഴുതി കൊടുക്കുക. ഇനി നമുക്ക് കുറിപ്പ് എഴുതാൻ വന്നത്, 5 വരിയിൽ കുറയാതെ എഴുതാൻ വന്നത്, നമുക്ക് 2 ഓപ്ഷൻ തന്നിട്ടുണ്ട് അല്ലേ? ഇഷ്ടമുള്ളത് എഴുതിയാൽ മതി. അഹ്കാമു ശർഇയ്യ, വെള്ളിയാഴ്ചയുടെ മഹത്വം. അപ്പോൾ അതിൽ അഹ്കാമു ശർഇയ്യ നമ്മൾ 1-ാമത്തെ ചാപ്റ്ററും വെള്ളിയാഴ്ചയുടെ മഹത്വത്തെക്കുറിച്ചിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ച ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ്. ആദം നബിയെ സൃഷ്ടിച്ചതും ആദം നബിയുടെ വഫാത്തും വെള്ളിയാഴ്ചയാണ്. ഒരു വെള്ളിയാഴ്ചയാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുക. നിങ്ങൾ വെള്ളിയാഴ്ച എനിക്ക് സ്വലാത്ത് വർദ്ധിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് അത് വിശദമാക്കി എഴുതി കൊടുക്കാം. പിന്നെ ഖുതുബയുടെ ഭാഷയെക്കുറിച്ചിട്ടാണ്. ഖുതുബ അറബി ഭാഷയിലല്ലാതെ നിർവഹിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത്, അല്ലെങ്കിൽ ദിമാഉ തുബഈ, ഗർഭാശയത്തിൽ നിന്ന് പുറപ്പെടുന്ന രക്തങ്ങൾ, ഹൈള്, നിഫാസ്, ഇസ്തിഹാല, അതിനെക്കുറിച്ചിട്ട് എഴുതാം. അപ്പോൾ അത് നിങ്ങളെ 3-ാമത്തെ ചാപ്റ്ററാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി എല്ലാവരും എഴുതിയിട്ടുണ്ടാവുമല്ലോ അല്ലേ? അപ്പോൾ ഇനി ചിലവർക്ക് ക്വസ്റ്റ്യൻ ആൻസർ എഴുതി കൊണ്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി ഉപകാരപ്പെടുത്തിയിട്ടാണ് ഞാൻ ക്വസ്റ്റ്യൻ ആൻസർ പെട്ടെന്ന് ചെയ്തത്. നമുക്ക് വിശദമായിട്ട് അടുത്ത എക്സാമിനേക്ക് വേണ്ടി റിവിഷനായിട്ട് ചോദ്യപേപ്പർ വീഡിയോ ചെയ്യണം ഇൻഷാ അല്ലാഹ്. ഇന്നത്തെ വോയിസോട് അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.